എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും V3 വാരിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് MD വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. അദ്ദേഹം ജനിച്ചത് 1933 ജൂലൈ മാസം 15-ാം തീയതിയാണ്. MD വാസുദേവൻ നായർ ജനിച്ച വർഷം 1933 ജൂലൈ മാസം 15-ാം തീയതി. എവിടെയാണ് ജനിച്ചത്? പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ്. പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് ആര് ജനിക്കുന്നത്? MD വാസുദേവൻ നായർ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം മാടത്തു തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം എന്താണ്? മാടത്തു തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് പൂർണ്ണമായ നാമം. അച്ഛൻ T നാരായണൻ നായർ, അമ്മാളും ഭാര്യ സരസ്വതിയാണ്. ഭാര്യ ഒരു നർത്തക കൂടിയായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടത് 2024 ഡിസംബർ മാസം 25-ാം തീയതിയാണ്. അദ്ദേഹം മരണപ്പെട്ടത് 2024 ഡിസംബർ മാസം 25-ാം തീയതിയാണ്. അങ്ങനെ ഓർത്തു വെക്കാം, 2024 ക്രിസ്മസ് ദിനത്തിനാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ജനിച്ച വർഷം 1933 ജൂലൈ മാസം 15-ാം തീയതിയാണ്. ജനിച്ചത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ. അദ്ദേഹം നിലയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നു. അപ്പം നിലയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MD വാസുദേവൻ നായരാണ്. കേരള ഹെമിംഗ്വേ എന്നും കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നും അറിയപ്പെടുന്നു. അപ്പം MDയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? നിലയുടെ കഥാകാരൻ, കേരള ഹെമിംഗ്വേ, കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നതും MD ആണ്. അദ്ദേഹം ബാലസാഹിത്യ കൃതികൾ എഴുതിയ തൂലികാനാമമാണ് K. സരള. K. സരള എന്ന തൂലികാനാമത്തിനാണ് MD ബാലസാഹിത്യ കൃതികൾ രചിച്ചത്. അപ്പോൾ K. സരള എന്ന തൂലികാനാമത്തിൽ MD ബാലസാഹിത്യ കൃതി രചിച്ചു. MDയുടെ പ്രസിദ്ധീകരിച്ച ആദ്യ കഥയാണ് വിശ്വകോശം. MDയുടെ പ്രസിദ്ധീകരിച്ച ആദ്യ കഥ വിശ്വകോശമാണ്. അപ്പോൾ വിശ്വകോശമാണ് MDയുടെ പ്രസിദ്ധീകരിച്ച ആദ്യ കഥ. പ്രസിദ്ധീകരിച്ച ആദ്യ കഥാസമാഹാരമാണ് രക്തം പുരണ്ട മൺതരികൾ. അപ്പോൾ MDയുടെ ആദ്യ കഥാസമാഹാരമാണ് രക്തം പുരണ്ട മൺതരികൾ. ഏതു വർഷമാണ് പ്രസിദ്ധീകരിച്ചത്? 1953-ലാണ്. അപ്പോൾ MDയുടെ ആദ്യ കഥ വിശ്വകോശമാണ്. അത് പ്രസിദ്ധീകരിച്ച ആദ്യ കഥയാണ് വിശ്വകോശം. MDയുടെ ആദ്യ കഥാസമാഹാരമാണ് രക്തം പുരണ്ട മൺതരികളാണ്. MDയുടെ ആദ്യ നോവലാണ് പാതിരാവും പകൽ വെളിച്ചവുമാണ്. അപ്പോൾ MDയുടെ ആദ്യ നോവലാണ് പാതിരാവും പകൽ വെളിച്ചവും. മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഖണ്ഡശായി പുറത്തു വന്ന MDയുടെ നോവൽ കൂടിയാണ് പാതിരാവും പകൽ വെളിച്ചവും. അപ്പോൾ MDയുടെ ആദ്യ നോവൽ പാതിരാവും പകൽ വെളിച്ചവുമാണ്. ഇത് എങ്ങനെയാണ് പുറത്തു വന്നത്? മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഖണ്ഡശായിട്ടാണ് MDയുടെ ആദ്യ നോവലായ പാതിരാവും പകൽ വെളിച്ചവും പുറത്തു വന്നത്. എന്നാൽ MDയുടെ നോവലിൽ പുസ്തക രൂപത്തിൽ പുറത്തു വന്ന ആദ്യത്തെ നോവലാണ് നാലുകെട്ട്. അപ്പോൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച MDയുടെ ആദ്യ നോവലാണ് നാലുകെട്ട്. നാലുകെട്ട് ഏത് വർഷമാണ് പുറത്തിറക്കിയത്, അല്ലെങ്കിൽ ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചാൽ 1958-ലാണ് നാലുകെട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ MDയുടെ ആദ്യ നോവൽ പാതിരാവും പകൽ വെളിച്ചവുമാണ്. എന്നാൽ പുസ്തക രൂപത്തിൽ പുറത്തു വന്ന ആദ്യ നോവലാണ് നാലുകെട്ട്. MDക്ക് 2005 പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നു. MDക്ക് 2005 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു. MDക്ക് 2011 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നു. അപ്പോൾ 2005 പത്മഭൂഷൺ ലഭിച്ചു. 2011 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നു. 2013 JC ഡാനിയൽ അവാർഡ്. ഇപ്പോൾ MDക്ക് ഏത് വർഷമാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചതെന്ന് ചോദിച്ചാൽ 2005-ലാണ് MDക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നത്. 2011-ലാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. 2013-ലാണ് JC ഡാനിയൽ അവാർഡ് ലഭിക്കുന്നത്. MDക്ക് 2018 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചു. MDക്ക് 2018 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചു. അതുപോലെ 2022 ആദ്യത്തെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MDക്കാണ്. അപ്പോൾ MDക്കാണ് കേരള ജ്യോതി ആദ്യമായി ലഭിക്കുന്നത്. MDക്കാണ് 2022-ലാണ്. അതുപോലെ 2023 കേരള നിയമസഭ സാഹിത്യ പുരസ്കാരം ജേതാവും MDയാണ്. അപ്പോൾ 2023 കേരള നിയമസഭ സാഹിത്യ പുരസ്കാര ജേതാവും MDയാണ്. അപ്പോൾ MDക്ക് 2022 കേരള ജ്യോതി പുരസ്കാരം, 2023 കേരള നിയമസഭ സാഹിത്യ പുരസ്കാരം. MDക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം 1995-ലാണ്. MDക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം 1995. അദ്ദേഹത്തിന് തൊട്ടടുത്ത വർഷം, അതായത് 1996 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡീലിറ്റ് പദവിയും ലഭിക്കുകയുണ്ടായി. അപ്പോൾ 1995 MDക്ക് ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കുന്നു. തൊട്ടടുത്ത വർഷം, അതായത് 1996 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡീലിറ്റ് ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചു. 1984 MDക്ക് വയലാർ അവാർഡ് ലഭിച്ചു. 1984 MDക്ക് വയലാർ അവാർഡ് ലഭിച്ചു. MDക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് രണ്ടാമൂഴം. MDക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് രണ്ടാമൂഴമാണ്. ഇപ്പോൾ രണ്ടാമൂഴം എന്ന
നോവലിനാണ് എം ഡിക്ക് എന്ത് ലഭിക്കുന്നത്? 1984 വയലാർ അവാർഡ് ലഭിക്കുന്നത്. എം ഡിക്ക് 1959 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1959 എം ഡിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. നോവൽ നാലുകെട്ടാണ്. അപ്പോൾ നാലുകെട്ട് എന്ന നോവലിന് എം ഡിക്ക് ഏത് വർഷമാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ 1959. എം ഡിക്ക് ഏത് വർഷമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്? എം ഡിക്ക് ഏത് വർഷമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്? 1970. അപ്പോൾ 1970 എം ഡിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത്. ഏത് നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്? കാലം എന്ന നോവലിനാണ്. അപ്പോൾ എം ഡിയുടെ കാലം എന്ന നോവലിനാണ് 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ എം ഡിക്ക് കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. നാലുകെട്ട് എന്ന നോവലിനാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നു. രണ്ടാം ഊഴത്തിനാണ് വയലാർ അവാർഡ് ലഭിക്കുന്നത്. എം ഡിയുടെ ആദ്യ തിരക്കഥയാണ് മുറപ്പെണ്ണ്. എം ഡിയുടെ ആദ്യ തിരക്കഥ മുറപ്പെണ്ണാണ്. എം ഡിയുടെ ആദ്യ തിരക്കഥയാണ് മുറപ്പെണ്ണാണ് എം ഡിയുടെ ആദ്യ തിരക്കഥ. കേരളത്തിലെ പരമ്പരാഗത തറവാടുകളെ ആസ്പദമാക്കിയുള്ള എം ഡിയുടെ 3 നോവലുകളാണ് നാലുകെട്ട്, അസുരവിത്ത്, കാലം. എം ഡിയുടെ പ്രധാനപ്പെട്ട 3 നോവലാണ് ഏത്? നാലുകെട്ട്, അസുരവിത്ത്, കാലം. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിന് പരമ്പരാഗത തറവാടുകളെ ആസ്പദമാക്കി എം ഡി രചിച്ച നോവലുകളാണ് നാലുകെട്ടും അസുരവിത്തും കാലം. ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ എം ജിയുടെ വളർത്തുമൃഗങ്ങൾ എന്ന കഥ 1ാം സ്ഥാനം നേടി. ഇതോടെയാണ് മലയാള സാഹിത്യത്തിൽ അദ്ദേഹം ശ്രദ്ധേയനായി തീർന്നത്. അപ്പോൾ എം ജിയുടെ ചെറുകഥയാണ് വളർത്തുമൃഗങ്ങൾ. ഇതിൽ പ്രതിപാദിക്കുന്നത് സർക്കസ് ജീവിതങ്ങളാണ്. സർക്കസുകാരുടെ ജീവിതമാണ് അതിലെ പ്രമേയം എന്ന് പറയുന്നത്. ഇത് പ്രസിദ്ധീകരിച്ചതോടെയാണ് എം ഡി എന്ത് ചെയ്യുന്നത്? മലയാള സാഹിത്യത്തിൽ അദ്ദേഹം ശ്രദ്ധേയനായി തീരുന്നത്. എം ഡിക്ക് 2024 മാനവ സംസ്കൃതി PT തോമസ് സ്മാരക അവാർഡ് ലഭിക്കുന്നു. എം ഡിക്ക് 2024 മാനവ സംസ്കൃതിയുടെ PT തോമസ് പുരസ്കാരം ലഭിച്ചു. അതുപോലെ 2024 അമർ ഉജാല ആകാശദീപ് പുരസ്കാരവും എം ഡിക്ക് ലഭിച്ചു. അപ്പോൾ എം ഡിക്ക് 2024 അമർ ഉജാല ആകാശദീപ് അവാർഡ്, 2024 മാനവ സംസ്കൃതി PT തോമസ് സ്മാരക അവാർഡും ലഭിച്ചു. എം ഡി എത്ര സിനിമയാണ് സംവിധാനം ചെയ്തത്? എം ഡി എത്ര സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്? 6 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. നിർമാല്യം, ബന്ധനം, വാരിക്കുഴി, മഞ്ഞ്, കടവ്, ഒരു ചെറുപുഞ്ചിരി. ഇപ്പം എം ഡി 6 സിനിമ സംവിധാനം ചെയ്തു. നിർമാല്യം 1973 സംവിധാനം ചെയ്തത്. പിന്നെ ബന്ധനം, വാരിക്കുഴി, മഞ്ഞ്, കടവ്, ഒരു ചെറുപുഞ്ചിരി. 1973 ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു. ഇപ്പോൾ രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ച എം ഡിയുടെ ആദ്യത്തെ സിനിമയാണ് ഏത്? നിർമാല്യമാണ്. അതുപോലെ തന്നെ 1974 നിർമാല്യം എന്ന സിനിമയ്ക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ 3 പുരസ്കാരമാണ് ലഭിച്ചത്. മികച്ച ചിത്രം, മികച്ച സംവിധാനം, മികച്ച തിരക്കഥ. അപ്പോൾ 1974 എം ഡിയുടെ നിർമാല്യത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ എത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്? 3 എണ്ണമാണ് ലഭിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? മികച്ച ചിത്രം, മികച്ച സംവിധാനം, മികച്ച തിരക്കഥ. എം ഡിയും KT മുഹമ്മദും കൂടി എഴുതിയ നോവലാണ് അറബിപ്പൊന്ന്. എം ഡിയും KT മുഹമ്മദും കൂടി എഴുതിയ നോവലാണ് അറബിപ്പൊന്ന്. എം ഡിയുടെ നാലുകെട്ട് എന്ന നോവലിലെ കഥാപാത്രമാണ് അപ്പുണ്ണിയും കോന്തുണ്ണിയുമാണ്. എം ഡിയുടെ നാലുകെട്ട് എന്ന നോവലിലെ കഥാപാത്രമാണ് അപ്പുണ്ണിയും കോന്തുണ്ണിയുമാണ്. എം ഡിയുടെ കാലം എന്ന നോവലിലെ കഥാപാത്രമാണ് സേതുമാധവൻ. എം ഡിയുടെ കാലം എന്ന നോവലിലെ കഥാപാത്രമാണ് സേതുമാധവനാണ്. എന്നാൽ എം ഡിയുടെ മഞ്ഞ് എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് സർദാർജിയും വിമലയുമാണ്. എം ഡിയുടെ മഞ്ഞ് എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് സർദാർജിയും വിമലയുമാണ്. എം ഡിയിലെ മഞ്ഞിലെ സർദാർജി എന്ന കഥാപാത്രം പറയുന്ന വാക്കുകളാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന വാചകമാണ് മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്. അപ്പം മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന് പറയുന്ന എം ഡിയുടെ നോവലാണ് മഞ്ഞ്. ഏത് കഥാപാത്രമാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ സർദാർജിയുടെ വാക്യമാണത്. എം ഡിയുടെ യാത്രാ വിവരണങ്ങളാണ് 3 എണ്ണമാണ്. മനുഷ്യർ, നേലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ, വൻകടലിലെ തുഴവള്ളക്കാർ. അപ്പോൾ എം ഡിയുടെ 3 യാത്രാ വിവരണങ്ങൾ ഏതൊക്കെയാണ്? മനുഷ്യർ, നേലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ, വൻകടലിലെ തുഴവള്ളക്കാർ. എം ഡി രചിച്ച ഒരു നാടകമാണ് ഗോപുരനടയിൽ. എം ഡി രചിച്ച ഒരു നാടകമാണ് ഗോപുരനടയിലാണ്. എം ഡി രചിച്ച ഒരു നാടകമാണ് ഗോപുരനടയിൽ. എം ഡിയുടെ തിരക്കഥകളാണ് ഏതൊക്കെയാണ്? ഓളവും തീരവും, മുറപ്പെണ്ണ്, വിൽക്കാലുണ്ട് സ്വപ്നങ്ങൾ, നഗരമേ നന്ദി, അസുരവിത്ത്,
പകൽക്കിനാവ്, ഇരുട്ടിന്റെ ആത്മാവ്, കുട്ടിയേട്ടത്തി, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച. MDയുടെ തിരക്കഥ ഓളവും തീരവും, മുറപ്പെണ്ണ്, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, നഗരമേ നന്ദി, അസുരവിത്ത്, പകൽക്കിനാവ്, ഇരുട്ടിന്റെ ആത്മാവ്, കുട്ടിയേട്ടത്തി, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച. പിന്നെ വൈശാലി, സതയം, ഒരു വടക്കൻ വീരഗാഥ, പെരുന്തച്ചൻ, താഴ്വാരം, സുഹൃതം, പരിണയം, പഴശ്ശിരാജ, ഒരു ചെറുപൂഞ്ചിരി. അമൃതം ഗമയ, ആരൂഢ്യം, ആൾക്കൂട്ടത്തിൽ തനിയെ, അടിയൊഴുക്കുകൾ, ഉയരങ്ങളിൽ, അനുബന്ധം, അഭയം തേടി, ഋതുഭേദം. എന്നോ സ്വന്തം ജാനകക്കുട്ടി, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന ചെറുകഥയെ ആശ്രയിച്ച് MD സംവിധാനം ചെയ്ത ചിത്രമാണ് എന്ന് സ്വന്തം ജാനകക്കുട്ടി. ഇപ്പോൾ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന ചെറുകഥയെ ആശ്രയിച്ച് MD സംവിധാനം ചെയ്ത ചിത്രമാണ് ഏത്? എന്ന് സ്വന്തം ജാനകക്കുട്ടിയാണ്. ഈ MDയുടെ വാനപ്രസ്ഥം എന്ന ചെറുകഥയെ ആസ്പദമാക്കി MD സംവിധാനം ചെയ്ത ചിത്രമാണ് തീർത്ഥാടനമാണ്. ചലച്ചിത്രങ്ങളും ഡോക്യുമെൻ്ററിയും. നിർമ്മാല്യം 1973, മോഹിനിയാട്ടം എന്ന ഡോക്യുമെൻ്ററി 1977, മഞ്ഞ് 1982, കടവ് 1991, ഒരു ചെറുപൂഞ്ചിരി 2000, തകഴി ഒരു ഡോക്യുമെൻ്ററി ആണ്. ഒരുപക്ഷെ ഇതായിരിക്കാം മരണം. മരണം സുഖകരമാണ്. ശരീരം അണുക്കളായി അപ്രത്യക്ഷമാകുന്ന അവസ്ഥയാണ് മരണമെങ്കിൽ. ആൽക്കൂട്ടൽ തനി എന്ന നോവലിലെ ഒരു വാചകമാണിത്. അപ്പോൾ ഒരുപക്ഷെ ഇതായിരിക്കാം മരണം. മരണം സുഖകരമാണ്. ശരീരം അണുക്കളായി അപ്രത്യക്ഷമാകുന്ന അവസ്ഥയാണ് മരണമെങ്കിൽ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വാക്യമാണ് ജീവിതമെന്ന വലിയ നുണ, മരണമെന്ന വലിയ സത്യം. സുഹൃതം എന്ന കൃതിയിലെ ഒരു വാക്യമാണത്. ജീവിതമെന്ന വലിയ നുണ, മരണമെന്ന വലിയ സത്യം. MDയുടെ മറ്റൊരു വാക്യമാണ് അറിയാത്ത മഹാസമുദ്രം തേടുന്നതിനേക്കാൾ എനിക്കിഷ്ടം അറിയുന്ന എന്നെ നിലയെപ്പറ്റി എഴുതാനാണ്. അപ്പം MDയുടെ ഒരു വാക്യമാണ്, അല്ലെങ്കിൽ ഒരു വാചകമാണ് ഏത്? അറിയാത്ത മഹാസമുദ്രങ്ങൾ തേടുന്നതിനേക്കാൾ എനിക്കിഷ്ടം അറിയുന്ന എൻ്റെ നിലയെപ്പറ്റി എഴുതാനാണ്. MDക്ക് 4 തവണ ദേശീയ പുരസ്കാരം മികച്ച തിരക്കഥയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ MDക്ക് 4 തവണ ദേശീയ പുരസ്കാരം ലഭിച്ചു. ഏത് വിഭാഗത്തിലായിരുന്നു? തിരക്കഥ വിഭാഗത്തിലാണ് MDക്ക് 4 തവണ ദേശീയ പുരസ്കാരം ലഭിച്ചത്. ഏതൊക്കെയാണ് ചിത്രങ്ങൾ? വടക്കൻ വീരഗാഥ, കടവ്, സതയം, പരിണയം. വടക്കൻ വീരഗാഥ, കടവ്, സതയം, പരിണയം എന്നീ 4 ചിത്രങ്ങളുടെ തിരക്കഥയ്ക്കാണ് MDക്ക് 4 തവണ ദേശീയ പുരസ്കാരം ലഭിച്ചത്. MD വാസുദേവൻ നായരുടെ 9 ചെറുകഥകൾ ആസ്പദമാക്കിയുള്ള 9 ഫീച്ചറുകൾ ഉൾപ്പെടുത്തി 2024 ഒരു ഇന്ത്യൻ മലയാളം ആന്തോളജി ടെലിവിഷൻ പരമ്പരയാണ് മനോരഥങ്ങൾ. ഇപ്പോൾ എന്താണ് മനോരഥങ്ങൾ എന്ന് പറയുന്നത്? MD വാസുദേവൻ നായരുടെ 9 ചെറുകഥയെ ആസ്പദമാക്കിയുള്ള 9 ചെറുകഥയെ ആസ്പദമാക്കിയുള്ള 9 ഫീച്ചർ ഉൾപ്പെടുന്ന ഒരു ടെലിവിഷൻ ആന്തോളജി പരമ്പരയാണ് ഏത്? മനോരഥങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് എഴുതിയത് ആരാണ്? MD വാസുദേവൻ നായരാണ് എഴുതിയത്. നിർമ്മിച്ചത് ആരാണ്? രോഹൻദീപ് സിംഗ് ആണ് നിർമ്മിച്ചത്. നിർമ്മാതാവ് രോഹൻദീപ് സിംഗ് ആണ്. നിർമ്മാണ കമ്പനികളാണ് സാരേഗാമ, ജമ്പിംഗ് ടൊമാറ്റോ സ്റ്റുഡിയോസ്, ന്യൂസ് വാല്യൂ പ്രൊഡക്ഷൻ. ക്രിയേറ്റീവ് ഡയറക്ടർ അശ്വതി വി നായരാണ്. MDയുടെ മകളാണ്. ആകെ 402 മിനിറ്റ് ദൈർഘ്യമായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ ഫീച്ചർ ഫിലിം അല്ലെങ്കിൽ മനോരഥത്തിന് എത്ര ദൈർഘ്യമുള്ളത്? ആകെ 402 മിനിറ്റാണ് ദൈർഘ്യം. ആകെ 9 ഫീച്ചറാണ് അതിൽ ഉണ്ടായിരുന്നത്. ആന്തോളജി അവതരിപ്പിച്ചത് കമൽഹാസനാണ്. ആന്തോളജി സി സിനിമയിൽ പുറത്തിറക്കിയത് 2024 ഓഗസ്റ്റ് 15-നാണ്. 2024 ഓഗസ്റ്റ് 15-നാണ് MDയുടെ ആന്തോളജി പരമ്പരയായ മനോരഥങ്ങൾ സി സിനിമാസിൽ പുറത്തിറക്കിയത്. ഏതൊക്കെയാണ് 9 ഫീച്ചർ എന്ന് പറയുമ്പോൾ? ഓളവും തീരവും, കടുകന്നാവ ഒരു യാത്രാക്കുറിപ്പ്, ഷെർലോക്ക്, ശിലാലിഖിതം, വിൽപ്പന, കടൽക്കാറ്റ്, അഭയം തേടി വീണ്ടും, ആ സ്വർഗം തുറക്കുന്ന സമയം. അപ്പോൾ ഏതൊക്കെയാണ് ചിത്രങ്ങൾ? ഓളവും തീരവും, കടുകന്നാവ ഒരു യാത്രാക്കുറിപ്പ്, ഷെർലക്ക്, ശിലാലിഖിതം, വിൽപ്പന, കടൽക്കാറ്റ്, അഭയം തേടി വീണ്ടും, ആ സ്വർഗം തുറക്കുന്ന സമയം. അതിൽ ഒന്നാമത്തെ ഫീച്ചർ ഓളവും തീരവും സംവിധാനം ചെയ്തതാണ് പ്രിയദർശനാണ്. ഓളവും തീരവും സംവിധാനം ചെയ്തത് പ്രിയദർശനാണ്. കടുകന്നാവ ഒരു യാത്രാക്കുറിപ്പ് എന്ന ഫീച്ചർ സംവിധാനം ചെയ്തത് ആരാണ്? രഞ്ജിത്താണ്. ഷെർലോക്ക് സംവിധാനം ചെയ്ത ആരാണ്? മഹേഷ് നാരായണാണ്. അപ്പോൾ ഓളവും തീരവും സംവിധാനം ചെയ്ത് പ്രിയദർശൻ, കടുകന്നാവ ഒരു യാത്രാക്കുറിപ്പ് സംവിധാനം ചെയ്തത് രഞ്ജിത്ത്, ഷെർലക്ക് സംവിധാനം ചെയ്തത് ആരാണ്? മഹേഷ് നാരായണനാണ്. ഷെർലക്ക് സംവിധാനം ചെയ്തത്. ശിലാലിഖിതം സംവിധാനം ചെയ്തത് പ്രിയദർശനാണ്. ശിലാലിഖിതം. അപ്പോൾ ഓളവും തീരവും ശിലാലിഖിതവും പ്രിയദർശൻ സംവിധാനം ചെയ്തത് 2 ഫീച്ചറുകളാണ്
പ്രിയദർശൻ സംവിധാനം ചെയ്തത് ഏതൊക്കെയാണ്? ഓളവും തീരവും ശിലാലിഖിതവുമാണ്. വിൽപ്പന സംവിധാനം ചെയ്തത് ആരാണ്? അശ്വതി വി നായരാണ്. അപ്പോൾ എം ഡിയുടെ മകൾ സംവിധാനം ചെയ്ത ഫീച്ചറാണ് വിൽപ്പനയാണ്. കടൽക്കാറ്റ് സംവിധാനം ചെയ്തതാണ് രതീഷ് അമ്പാട്ടാണ്. കടൽക്കാറ്റ് എന്ന ഫീച്ചർ സംവിധാനം ചെയ്തത് രതീഷ് അമ്പാട്ടാണ്. അഭയം തേടി വീണ്ടും സംവിധാനം ചെയ്തതാണ്. അഭയം തേടി വീണ്ടും സംവിധാനം ചെയ്തത് ആരാണ്? സന്തോഷ് ശിവനാണ്. അഭയം തേടി വീണ്ടും സംവിധാനം ചെയ്തത് സന്തോഷ് ശിവനാണ്. അഭയം തേടി വീണ്ടും സംവിധാനം ചെയ്തത്. ആ സ്വർഗം തുറക്കുന്ന സമയം സംവിധാനം ചെയ്തത് ആരാണ്? ജയരാജാണ്. ആ സ്വർഗം തുറക്കുന്ന സമയം സംവിധാനം ചെയ്തത് ജയരാജാണ്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് റിവിഷൻ രീതിയിൽ പറയുകയാണെങ്കിൽ എം ഡി ജനിച്ച വർഷം 1933 ജൂലൈ മാസം 15-ാം തീയതിയാണ്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്ന എം ഡിയാണ്. കൂടലിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എം ഡിയാണ്. എം ഡി കെ സർള എന്ന തൂലികാനാമത്തിലാണ് ബാലസാഹിത്യ കൃതി രചിച്ചത്. എം ഡിക്ക് 1959 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത്. എം ഡിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നോവലിൻ്റെ പേരാണ് നാലുകെട്ട്. എം ഡിയുടെ കാലത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വർഷം 1970. എം ഡിയുടെ നാലുകെട്ടിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വർഷം 1970. എം ഡിയുടെ ആദ്യ നോവലാണ് പാതിരാവും പ്രഗൽഭോത്സവമാണ്. എന്നാൽ എം ഡിയുടെ പുസ്തക രൂപത്തിൽ പുറത്തു വന്ന ആദ്യ നോവലാണ് നാലുകെട്ട്. നാലുകെട്ട് പുറത്തിറക്കിയത് 1958. എം ഡിയുടെ രണ്ടാം മൂലം എന്ന നോവലിനാണ് എന്ത് ലഭിക്കുന്നത്? വയലാർ അവാർഡ് ലഭിക്കുന്നത്. എം ഡിയുടെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ചോദിച്ചാൽ അത് രണ്ടാം മൂലമാണ്. എം ഡി മരണപ്പെട്ടത് 2024 ഡിസംബർ മാസം 25-ാം തീയതിയാണ്. ഇനി എം ഡിയുടെ സ്മൃതിപദമാണ് എം ഡിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് സ്മൃതിപദം. എം ഡിയുടെ അന്ത്യവിശ്രമ സ്ഥലത്തിൻ്റെ പേരാണ് സ്മൃതിപദം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിലാണ്. എം ഡിക്ക് 2010 കേരള ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച ചിത്രമാണ് പഴശ്ശിരാജ. എം ഡിക്ക് 2010 കേരള ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച ചിത്രം ചോദിച്ചത് പഴശ്ശിരാജയാണ്. എം ഡിക്ക് 2005 പത്മഭൂഷൺ ലഭിക്കുന്നത്. 2025 പത്മവിഭൂഷൺ ലഭിക്കുന്നത്. എം ഡിയുടെ ചെറുപൂഞ്ചിരി അല്ലെങ്കിൽ എം ഡി സംവിധാനം ചെയ്ത ചെറുപൂഞ്ചിരി എന്ന സിനിമ 2000 ബോംബെ ഫിലിം ഫെസ്റ്റിവലിൽ ഫിപ്രസി പുരസ്കാരം ലഭിച്ചു. പ്രത്യേക ജൂറി പരാമർശമാണ് ലഭിച്ചത്. അപ്പോൾ 2000 എം ഡി സംവിധാനം ചെയ്ത ചെറുപൂഞ്ചിരി എന്ന ചിത്രത്തിന് 2000 ബോംബെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഫിപ്രസി പുരസ്കാരം ലഭിച്ചു. 2022 എം ഡിയുടെ നവതി ആഘോഷം നടത്തിയത്. എം ഡിയുടെ ബോധധാര നോവലിൻ്റെ പേരെന്താണ്? മഞ്ഞാണ്. എം ഡിയുടെ ബോധധാര നോവലിൻ്റെ പേരെന്താണ്? മഞ്ഞാണ് എം ഡിയുടെ ബോധധാര നോവൽ. എം ഡിയുടെ ബോധധാര നോവലാണ് മഞ്ഞ്. എം ഡിയുടെ ബാലസാഹിത്യ കൃതികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ദയ എന്ന പെൺകുട്ടി, മാണിക്കക്കല്ല്, തന്ത്രക്കാരി. എം ഡിയുടെ പ്രധാനപ്പെട്ട 3 ബാലസാഹിത്യ കൃതികളാണ് ദയ എന്ന പെൺകുട്ടി, മാണിക്കക്കല്ല്, തന്ത്രക്കാരിയാണ് എന്നിവയാണ് എം ഡിയുടെ പ്രധാനപ്പെട്ട ബാലസാഹിത്യ കൃതികൾ. എം ഡിയുടെ ചെറുകഥാ സമാഹാരങ്ങൾ ഏതൊക്കെയാണ്? രക്തം പുരണ്ട മൺതരികൾ, വീലും നിലാവും, വേദനയുടെ പൂക്കൾ, നിന്റെ ഓർമ്മയ്ക്ക്. ഇപ്പം നിന്റെ ഓർമ്മയ്ക്ക്, വേദനയുടെ പൂക്കൾ, വീലും നിലാവും, രക്തം പുരണ്ട മൺതരികൾ എന്നിവ എം ഡിയുടെ ചെറുകഥാ സമാഹാരങ്ങളാണ്. എം ഡിയുടെ ഓർമ്മക്കുറിപ്പ് ഏതൊക്കെയാണ്? എം ഡിയുടെ ഓർമ്മക്കുറിപ്പാണ് കണ്ണാന്തളി പൂക്കളുടെ കാലമാണ്. എം ഡിയുടെ ഓർമ്മക്കുറിപ്പാണ് കണ്ണാന്തളി പൂക്കളുടെ കാലം. അമ്മയ്ക്ക്, ചിത്രത്തെരുവുകൾ, സ്നേഹാദരങ്ങളോടെ. എം ഡിയുടെ പ്രധാനപ്പെട്ട ഓർമ്മക്കുറിപ്പുകൾ ഏതൊക്കെയാണ്? കണ്ണാന്തളി പൂക്കളുടെ കാലം, സ്നേഹാദരങ്ങളോടെ, അമ്മയ്ക്ക്, ചിത്രത്തെരുവുകൾ. എം ഡിയുടെ പ്രബന്ധങ്ങളാണ് കിളിവാതിലൂടെ, ഏകാകികളുടെ ശബ്ദം, രമണീയം ഒരു കാലം. എം ഡിയുടെ പ്രബന്ധം ഏതൊക്കെയാണ്? കിളിവാതിലൂടെ, ഏകാകികളുടെ ശബ്ദം, രമണീയം ഒരു കാലമാണ്. എം ഡിക്ക് ഓടക്കുൽ അവാർഡ് നേടിക്കൊടുത്ത ചെറുകഥയാണ് വാനപ്രസ്ഥം. എം ഡിയുടെ വാനപ്രസ്ഥം എന്ന ചെറുകഥയ്ക്കാണ് 1993 എന്ത് ലഭിക്കുന്നത്? ഓടക്കുൽ അവാർഡ് ലഭിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച എം ഡിയുടെ കഥയാണ് സ്വർഗം തുറക്കുന്ന സമയം. എം ഡി രചിച്ച കഥയായ സ്വർഗം തുറക്കുന്ന സമയത്തിനാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഏത് വർഷമാണ് ലഭിച്ചത്? 1986. 1986 എം ഡിയുടെ കഥയായ സ്വർഗം തുറക്കുന്ന സമയത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. എം ഡിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച എം ഡിയുടെ നാടകമാണ് ഏത്? ഗോപുരനടയിലാണ്. അപ്പോൾ എം ഡി രചിച്ച ഒരു നാടകമാണ് ഗോപുരനടയിൽ. അതിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച നാടകത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വർഷം 1982. എം ഡിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മളിപ്പോൾ നോക്കിയത്.
ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് പറയാവുന്നതാണ്. എല്ലാവർക്കും നന്ദി.